അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അയ്യുഹത്തുല്ലാബുല്ല ഇസ്സ മർഹബബിക്കും ഇലാ സൊഫിൻ ജദീജ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൈഫുൽ ഹാൽ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയാണോ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മാജിദും അവൻ്റെ ഉപ്പയും കൂടെ ഖത്തറിൽ നിന്നും മടങ്ങുകയാണല്ലേ. അങ്ങനെ മടങ്ങുന്ന സമയത്ത് മാജിദ് അവൻ്റെ ഒരു വലിയ ആഗ്രഹം പറയുന്നുണ്ട്. എന്താണ്? അറബി ഭാഷ കൂടുതൽ പഠിക്കുവാനുള്ള അവൻ്റെ ആഗ്രഹം പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ അതൊക്കെ കേൾക്കുന്ന സമയത്ത് അവൻ്റെ ഉപ്പക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ നമുക്ക് ഏതായാലും ഇനി അതിൻ്റെ ആക്ടിവിറ്റികൾ നോക്കാം കേട്ടോ. അതിൻ്റെ താഴെ വരുന്ന ആക്ടിവിറ്റി നോക്കാം. എന്താണ് അടുത്ത പേജിൽ വരുന്നത്? نراجع النص ونختار منه ما يناسب معنى الكلمات الملونة ونقرأه. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. നുറാജി ഉന്നസ്സ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു പാഠഭാഗത്തിലേക്ക് തന്നെ മടങ്ങാമെന്നാണ്. വനഖ്താറു മിൻഹു, എന്നിട്ട് ആ പാഠത്തിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? മാ യുനാസിബു മഅനൽ കലിമാറ്റ്. മാ യുനാസിബു, യോജിച്ചു വരുന്നതായ പദങ്ങളാണ്. അതായത് മാ യുനാസിബു മഅനൽ കലിമാറ്റ് അൽ മുലവ്വന, അവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള ചില പദങ്ങളുണ്ട് അല്ലേ, ചുവപ്പ് നിറത്തിൽ. അപ്പോൾ ആ പദങ്ങളുടെ ആശയത്തോട് യോജിച്ച് വരുന്ന പദങ്ങൾ നമ്മൾ പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് കേട്ടോ. അപ്പോൾ അവിടെ റെഡ് നിറത്തിൽ കൊടുത്തിട്ടുള്ള പദങ്ങളുടെ അതേ അർത്ഥത്തിൽ വരുന്ന അല്ലെങ്കിൽ ആശയത്തിൽ അതിനോട് യോജിച്ച് വരുന്ന പദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? പാഠഭാഗത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തി എഴുതാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കിയാലോ. അഹബ്ബ മാജിദ് ഖുറത്തുൽ ഖദം എന്നാണ് അല്ലേ ഒന്നാമത്തേത്. അഹബ്ബ മാജിദ് എന്താണ് മാമാനെ? അഹബ്ബ, ഇഷ്ടപ്പെടുക അല്ലേ. അഹബ്ബ മാജിദ്, മാജിദ് ഇഷ്ടപ്പെടുന്നു. ഖുറത്തുൽ ഖദം, എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഖുറത്തുൽ ഖദം ഫുട്ബോളാണ്. ഫുട്ബോൾ മാജിദിന് ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് അഹബ്ബ എന്നതിന് പകരം പാഠത്തിൽ വന്നിട്ടുള്ള മറ്റൊരു വാക്കാണ് ഏത്? ഷഅഫ എന്ന് പറയുന്നത്. ഷഅഫ, ആഗ്രഹിക്കുക, ഇഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. ഷഅഫ മാജിദുൻ ബി ഖുറത്തുൽ ഖദം, കണ്ടില്ലേ? മാജിദ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുള്ള പദങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അടുത്ത് നോക്കാം നമുക്ക്. മനില്ലാഇബുൽ മുഅ്ജബ് ഇൻദക് എന്നാണ് അല്ലേ. മനില്ലാഇബുൽ മുഅ്ജബ് ഇൻദക്, നിനക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരനാണ് ആരാണ് എന്നാണ്. മനില്ലാഇബ്, ആരാണ് കളിക്കാരൻ. അൽ മുഅ്ജബ്, ഇഷ്ടപ്പെട്ട എന്നാണ്. ഇൻദക്, നിനക്ക്. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണ് എന്നാണ്. അപ്പോൾ നമ്മൾക്ക് പാഠഭാഗത്ത് വന്നൊരു വാക്ക് ഓർമ്മയുണ്ടല്ലോ, മനില്ലാഇബുൽ മുഫല്ലൽ അല്ലേ, ഇഷ്ടപ്പെട്ട കളിക്കാരൻ, മുഫല്ലൽ. നമ്മുടെ പാഠത്തിലെ സെക്കൻഡ് പാരഗ്രാഫിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. എവിടെയാണ് പറയുന്നത്? മുഷാഹദത്ത് മുബാറയാത്ത് കസിൽ ആലം മുബാഷിറൻ ലിഖാ അൽ ബത്തലിൽ മുഫല്ലൽ, കണ്ടില്ല? അവൻ്റെ ഇഷ്ടതാരത്തെ കാണുവാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് മുഅ്ജബ് എന്ന് പറയുന്നത്. എന്താണ് മുഅ്ജബ്? അൽ മുഫല്ലൽ അല്ലേ, അൽ മുഅ്ജബ് അൽ മുഫല്ലൽ. അടുത്തത് എന്താണ്? അസ്ന അൽ ഔദത്തി അബ്ദ മാജിദ് റഅബതഹു എന്നാണ് അല്ലേ. അസ്ന അൽ ഔദ, ഔദത്ത് മടക്കം. ആ മടങ്ങുന്നതിനിടയിൽ അബ്ദ മാജിദ് റഅബതഹു എന്നാണ്. മാജിദ് അവൻ്റെ ആഗ്രഹം ഉപ്പയോട് പ്രകടിപ്പിച്ചു എന്നാണ് അല്ലേ. അപ്പോൾ അൽ ഔദ എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പകരം അല്ലെങ്കിൽ ഇതേ ആശയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു വാക്ക് ഏതാണ് എന്നാണ് അവിടെ എഴുതേണ്ടത്. നമുക്ക് ആ പാഠഭാഗം നോക്കാം. ഇവിടെ നോക്കൂ. അസ്ന അർ റുജൂ, കണ്ടില്ലേ? അസ്ന അർ റുജൂഇ അബ്ദ മാജിദ്, അവൻ അവിടെ നിന്നും മടങ്ങുന്നതിനിടയിൽ. അപ്പോൾ അൽ ഔദത്ത് എന്നതിന് പകരം വന്നിട്ടുള്ള മറ്റൊരു വാക്കാണ് ഏത്? അർ റുജൂ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളവിടെ എഴുതേണ്ടത് അസ്ന അർ റുജൂഇ അബ്ദ മാജിദ് റഅബതഹു എന്നാണ് അല്ലേ. ഇനി അടുത്തത് നോക്കാം. ഖറജ മാജിദ് ഇലൽ മൽഅബി ലിമുശാഹദത്തിൽ മുബാറാത്ത്. മാജിദ് പുറപ്പെട്ടു. ഇലൽ മൽഅബി, എങ്ങോട്ട്? കളിസ്ഥലത്തിലേക്ക് അല്ലേ. ലിമുശാഹദത്തിൽ മുബാറാത്ത്, എന്തിനു വേണ്ടിയിട്ടാണ്? മത്സരം കാണുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുണ്ട് മത്സരം കാണുവാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണ് പുറപ്പെടുന്നത്? സ്റ്റേഡിയത്തിലേക്കാണ് പുറപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിനെന്തായിരുന്നു നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്ന പദം? ഇവിടെ നോക്കൂ. ഇസ്താദ് ലുസൈൽ, നിങ്ങൾ കണ്ടില്ലേ? ലുസൈൽ സ്റ്റേഡിയം അല്ലേ. മൽഅബ് എന്നതിന് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇസ്താദ് എന്ന് പറയാൻ പറ്റും അല്ലേ, സ്റ്റേഡിയം. ഇനി അതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ വരാത്ത മറ്റൊരു വാക്കാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മൈതാൻ അല്ലേ. കളിസ്ഥലത്തിന് എന്താ പറയാറ്? മൈതാൻ. ഇവിടെ ഏതാണ് നിങ്ങൾ എഴുതേണ്ടത്? ഇസ്താദ് എന്നാണ് കേട്ടോ.
ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. നഖ്റ ഉന്നസ്സ വനഖ്താർ മിൻഹു അൽ അജ്വീബ എന്നാണ് അല്ലേ. നഖ്റ ഉന്നസ്സ നമുക്ക് ആ പാഠഭാഗം വായിച്ചിട്ട് വനഖ്താർ മിൻഹു അതിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാമെന്നാണ്, അൽ അജ്വീബ ഉത്തരം തിരഞ്ഞെടുക്കാമെന്നാണ്. അപ്പോൾ അവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം എഴുതാനാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം മാ ഉംനിയത്തു മാജിദ് എന്നാണ് അല്ലേ. എന്തായിരുന്നു മാജിദിൻ്റെ ആഗ്രഹം? എന്തായിരുന്നു ഉംനിയത്ത് ആഗ്രഹം, മാജിദിൻ്റെ ആഗ്രഹം എന്തായിരുന്നു എന്നാണ്. എന്തായിരുന്നു മാജിദിൻ്റെ ആഗ്രഹം? നമുക്ക് പാഠഭാഗത്ത് കാണാൻ പറ്റും. മുഷാഹദത്ത് മുബാറയാത്തി കഅസിൽ ആലം മുബാഷിറൻ, അതിൻ്റെ കൂടെ വ ലിഖാ അൽ ബച്ചലിൽ മുഫല്ലൽ, അതും കൂടെ എഴുതാട്ടോ. വ ലിഖാ അൽ ബച്ചലിൽ മുഫല്ലൽ, അതായത് ലോകകപ്പ് നേരിട്ട് കാണുക, അതേപോലെ തന്നെ അവൻ്റെ പ്രിയ താരത്തെയും കാണുക എന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം അല്ലേ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? കൈഫ ഇസ്തതാ മാജിദ് അൽ കലാമ ബിൽ അറബിയ എന്നാണ് അല്ലേ. കൈഫ ഇസ്തതാ എങ്ങനെയാണ് സാധിച്ചത്, മാജിദിന് സാധിച്ചത് അൽ കലാമ ബിൽ അറബിയ അറബി സംസാരിക്കുവാൻ എങ്ങനെയാണ് സാധിച്ചത് എന്നാണ്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാജിദ് പറയുന്നുണ്ടല്ലോ അവൻ സ്കൂളിൽ നിന്നാണ് അറബി പഠിക്കുവാനുള്ള ഒരു കഴിവ്, ആ ഒരു അറിവ് നേടിയെടുത്തത് എന്ന്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉത്തരം വരുന്നത് എന്ന്. ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റും. ഇക്തസബ മാജിദ് മിനൽ മദ്രസ, സ്കൂളിൽ നിന്നാണ് മാജിദ് എന്ത് ചെയ്തത്, അറബി ഭാഷ പഠിക്കുവാൻ അല്ലെങ്കിൽ അറബി ഭാഷ പഠിച്ചത്, അത് നേടിയെടുത്തത് സ്കൂളിൽ നിന്നാണ് എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. ബിമഫ്തഖറ അബൂഹു അല്ലെ. ബിമഫ്തഖറ എന്തുകൊണ്ടാണ് അഭിമാനം കൊള്ളുന്നത് എന്നാണ്. അബൂഹു അവൻ്റെ ഉപ്പ. അപ്പം മാജിദിൻ്റെ ഉപ്പ എന്തുകൊണ്ടാണ് അഭിമാനിക്കുന്നത് എന്നാണ്. എന്തുകൊണ്ടായിരുന്നു? ഇവിടെ പറയുന്നുണ്ട് അല്ലേ, മാജിദിൻ്റെ അറബിയിലുള്ള സംസാരം അല്ലേ, അത് കേട്ട സമയത്ത് അപ്പോഴാണ് പിതാവ് പറയുന്നത്, നിൻ്റെ ഒരു സംസാരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ അഭിമാനിക്കുന്നുണ്ട്. നിൻ്റെ ഒരു അറബിയിലുള്ള സംസാരം കൊണ്ട് നമുക്ക് പ്രയോജനം ലഭിച്ചു, ഒരുപാട് ഉപകാരം ലഭിച്ചു, അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം എങ്ങനെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും? യഫ്തഖിറു അല്ലെങ്കിൽ ഇഫ്തഖറ അബു മാജിദ് ബി കലാമിഹി ബിൽ അറബിയ. ഉത്തരം എങ്ങനെ പറയാം? യഫ്തഖിറു അബു മാജിദ്, മാജിദിൻ്റെ ഉപ്പ അഭിമാനം കൊള്ളുന്നു, ബി കലാമിഹി അവൻ്റെ സംസാരം കൊണ്ട്, ബിൽ അറബിയ അറബിയിലുള്ളതായ അല്ലെ. ആ രീതിയിൽ നമുക്കതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. ഇനി അതിൻ്റെ താഴെ ഒരു ആക്ടിവിറ്റിയും കൂടെ പറയുന്നുണ്ട് അല്ലേ. നഖ്റഉ അന്നസ്സ വനുകവ്വിനു അൽ അസ്ഇലത ബിസ്തിഖ്ദാമി അദവാത്തിൽ ഇസ്തിഫ്ഹാം എന്നാണ് അല്ലേ. നഖ്റഉ അന്നസ്സ നമുക്ക് ആ പാഠഭാഗം വായിക്കാം. വനുകവ്വിനുൽ അസ്ഇല എന്താണ് അസ്ഇല, ചോദ്യങ്ങൾ, എന്നിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാമെന്നാണ്. ബിസ്തിഖ്ദാമി അദവാത്തിൽ ഇസ്തിഫ്ഹാം ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ വെച്ചുകൊണ്ട് എന്നാണ് കേട്ടോ. ബിസ്തിഖ്ദാമി ഉപയോഗിച്ചുകൊണ്ട്, അദവാത്തിൽ ഇസ്തിഫ്ഹാം ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് കൈഫ, മാത, മത, മൻ. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. കൈഫ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ എന്നാണ് അർത്ഥം. മാത എന്തുകൊണ്ട് അല്ലേ, മത എപ്പോൾ, മൻ ഇവ വെച്ചിട്ടാണ് നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ. എന്താണ് അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെ, നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയുന്നത്. ടീച്ചറായിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ. ഹൽ, ഐന, മത, കം, കൈഫ, മൻ, ലിമാദ, മാദ, മാ, ഇതെല്ലാം അല്ലേ, ഇവയ്ക്കെല്ലാം പറയുന്ന പേരാണെന്ത്, അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളിവിടെ നോക്കൂ, അതായത് ഈ അദവാത്തുൽ ഇസ്തിഫാം നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. മാത എന്ന് പറയുന്നത് ഒയറുൽ ആഖിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബുദ്ധിയില്ലാത്ത ആളുകൾ, അതായത് മനുഷ്യന്മാരെ കുറിച്ചല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്ന സമയത്താണ് നമ്മൾ ഏത് ഉപയോഗിക്കുക, മാത ഉപയോഗിക്കുക അല്ലേ. അതുപോലെ തന്നെ ലിമാത, രണ്ടാമത്തെ ലിമാത എന്തിനു വേണ്ടി എന്നാണ്. അപ്പോൾ ഒരു സബബ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാണ് ലിമാത തൽഹബിനുൽ മദ്രസ, എന്തിനു വേണ്ടിയാണ് നീ സ്കൂളിലേക്ക് പോകുന്നത്, എന്തിനു വേണ്ടിയാണ് പഠിക്കുവാൻ അല്ലേ. അപ്പോൾ ഒരു കാരണത്തെ പറയുവാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, ലിമാദ ഉപയോഗിക്കാം. കം എന്ന് പറയുന്നത് അൽ അദദ് എന്നാണ്. അദദ് എന്ന് പറഞ്ഞാൽ എണ്ണം. കം തോലിബൻ ഫിൽ ഫസുൽ, നിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്. കം കലമൻ ഇൻദക്, നിൻ്റെ അടുക്കൽ എത്ര പേനയുണ്ട് എന്നൊക്കെ ചോദിക്കാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, കം ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കൂ, മൻ എന്നാണ് അല്ലേ. മൻ എന്ന് പറഞ്ഞാൽ അൽ ആഖിൽ എന്നാണ്, അതായത് മനുഷ്യന്മാരെ കുറിച്ചൊക്കെ, ബുദ്ധിയുള്ള ആളുകളെ കുറിച്ച്. മൻ അൻത, നീ ആരാണ്.
മൻ മഅക് നിൻ്റെ കൂടെയുള്ളത് ആരാണ് അല്ലെ. അങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കാം, മൻ ഉപയോഗിക്കാം. മറ്റ എന്ന് പറയുന്നത് സമാൻ എന്നാണ്, ഒരു കാലത്തെ പറയുവാനാണ് എങ്കിൽ അല്ലേ. മറ്റാ തദ്ഹബുൽ മദ്രസ നീ എപ്പോഴാണ് സ്കൂളിലേക്ക് പോകുന്നത്. മറ്റാ റജാത മിനൽ മദ്രസ നീ എപ്പോഴാണ് സ്കൂളിൽ നിന്നും മടങ്ങിയത് എന്നൊക്കെ ചോദിക്കാൻ, സമയത്ത് ചോദിക്കാനാണ് എങ്കിലാണ് മത്ത ഉപയോഗിക്കുന്നത്. അയിന എന്താണ്, അയിന അൽ മക്കാൻ, മമാന മക്കാൻ, മക്കാൻ സ്ഥലമാണ് അല്ലേ. അപ്പോൾ അയിന ബൈത്തുക്ക് നിൻ്റെ വീട് എവിടെ, അയിന അബൂക്ക് നിൻ്റെ ഉപ്പ എവിടെ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, വീടിൻ്റെ സ്ഥലം പറയും. ഉപ്പ എവിടെയാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം പറയുമല്ലോ. അപ്പം അതിനാണ് അയിന ഉപയോഗിക്കുക കേട്ടോ. അൽ മക്കാൻ അഥവാ നമ്മുടെ സ്ഥലമായിരിക്കും അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്നർത്ഥം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറമെ കൈഫ, അതുപോലെ തന്നെ ഹൽ, മാ എന്നൊക്കെ പറയുന്ന പദങ്ങളും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ പാഠത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച പാഠഭാഗത്തിൽ നിന്നും അവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നിങ്ങൾ ആദ്യം ഒറ്റക്കൊന്ന് എഴുതി നോക്കൂ കേട്ടോ. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഐനസ്തറാഹ മാജിദ് വ അബൂഹു, മാജിദും അവൻ്റെ ഉപ്പയും എവിടെയാണ് വിശ്രമിച്ചത് എന്നാണ്. എവിടെയായിരുന്നു, ഫിൽ ഫുന്ദഖ് അല്ലെ, ഫിൽ ഫുന്ദഖ് ഹോട്ടലിലായിരുന്നു അവർ വിശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ചോദ്യം എങ്ങനെ എഴുതാം, ഇല ഐന ഖറജ മിനൽ ഫുന്ദഖ്, ഹോട്ടലിൽ നിന്നും എങ്ങോട്ടാണ് അവർ രണ്ടുപേരും പുറപ്പെട്ടത്. ഇല ഐന ഖറജ എങ്ങോട്ടാണ് അവർ രണ്ടുപേരും പുറപ്പെട്ടത്, മിനൽ ഫുന്ദഖ് ഹോട്ടലിൽ നിന്നും. എന്താണ് ഉത്തരമായിട്ട് വരുന്നത്, ഇലൽ ഇസ്താജ് അല്ലെ, എങ്ങോട്ടാണ്, സ്റ്റേഡിയത്തിലേക്ക്. ഖറജ മിനൽ ഫുന്ദഖി ഇലൽ ഇസ്താജ്. പിന്നെ മൂന്നാമത്തെ ചോദ്യം നോക്കൂ. മാദ ഇർത്തഫ ഇന്ദ ഹുദൂറിൽ ലാഇബീൻ എന്നാണ് അല്ലേ. മാദ ഇർത്തഫ എന്താണ് ഉയർന്നത്, ഇന്ദ ഹുദൂറിൽ ലാഇബീൻ ആ കളിക്കാരൊക്കെ വരുന്ന സമയത്ത് എന്താണ് ഉയർന്നത് എന്നാണ്. എന്തായിരുന്നു, അസ്സആരീജ് അല്ലേ, ആരവങ്ങൾ ഉയർന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് അസ്സആരീജ്. അടുത്ത ചോദ്യം എന്താണ്, ഫി ഐ ലോത്തിൻ സമിഅ തഅലീഖാത്ത്, ഏത് ഭാഷയിലാണ് കമൻറ്റുകൾ അല്ലേ, അവിടെ നിന്നുള്ള കമാൻഡുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് ഏത് ഭാഷയിലായിരുന്നു എന്നാണ്. ഏത് ഭാഷയിലായിരുന്നു, ഫിൽ ലോത്തിൽ അറബിയ അല്ലേ, അറബി ഭാഷയിലായിരുന്നു അല്ലേ. അടുത്ത ചോദ്യം എന്താണ്, മത്താ തജവ്വല ഫിൽ മദീന അല്ലെ, മത്താ തജവ്വല ഫിൽ മദീന എപ്പോഴാണ് അവർ ടൗണിലൂടെ, പട്ടണത്തിലൂടെ ചുറ്റിക്കറങ്ങിയത് എന്നാണ്. എപ്പോഴായിരുന്നു, ബാദ ഇൻതിഹാഇൽ മുബാറാത്ത് അല്ലെ, മത്സരം കഴിഞ്ഞതിന് ശേഷം. ബാദ ഇൻതിഹാഇൽ മുബാറാത്ത്. ആറാമത്തെ ചോദ്യം നോക്കൂ. കൈഫ കാന തൊഖസുൽ മദീന, മദീനയിലെ അവിടുത്തെ ആ പട്ടണത്തിലെ തൊഖസ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ആണ് കേട്ടോ, കാലാവസ്ഥ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണ്. ബാരിജൻ ഹാരൻ തണുപ്പായിരുന്നോ അല്ലെങ്കിൽ ചൂടായിരുന്നോ. ബാരിജൻ എന്ന് പറഞ്ഞാൽ കോൾഡ്, ഹാറ് ഹോട്ടിലെ ചൂടാണോ തണുപ്പാണോ എന്നാണ്. എങ്ങനെയായിരുന്നു, ബാരിദൻ അല്ലെ, തണുപ്പുള്ളതായിരുന്നു. പിന്നെ ഏഴാമത്തെ ചോദ്യം നോക്കൂ. മാതാ ഇഷ്തറ മാജിദ്, എന്താണ് മാജിദ് വാങ്ങിയത് എന്നാണ്. എന്താണ് വാങ്ങിയത്, ഇഷ്തറ മാജിദ് സുത്രചൈനി അല്ലെ, 2 ജാക്കറ്റുകളാണ് വാങ്ങിയത്. ഇനി അടുത്ത പേജിലായിട്ട് നമുക്ക് നുലാഹിലു വനഖറോ, കണ്ടില്ലേ എന്താണ് നുലാഹിലു വനഖറോ, നമുക്ക് വീക്ഷിക്കാം, നമുക്ക് വായിക്കാം എന്നാണ് അല്ലേ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ബിതാഖത്തു സോദാണ്. മമാന ബിതാഖത്തു സോദ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു, ബോർഡിംഗ് പാസ് അല്ലേ. ബോർഡിംഗ് പാസിനാണ് ബിതാഖത്തു സോദ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ബോർഡിംഗ് പാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ഒന്നാമത്തേത് ബിതാഖത്ത് സോദലി ത്വാഇറ അല്ലെ, ബോർഡിംഗ് പാസ്സാണ്. ആരുടേതാണ്, അൽ അമാന എയർവേസിൻ്റേതാണ് അല്ലേ. അപ്പം അൽ അമാന എയർവേസിൻ്റെ ബോർഡിംഗ് പാസ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അദ്ദറജത്ത് സിയാഹിയ എക്കണോമി ക്ലാസ്, പല ക്ലാസ്സുകളായിട്ടുണ്ട് നമുക്കറിയാൻ പറ്റും. ബിസിനസ് ക്ലാസ്, എക്കണോമി ക്ലാസ്, അങ്ങനെ പല ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണ്, അദ്ദറജത്ത് സിയാഹിയ എന്ന് പറഞ്ഞാൽ എക്കണോമി ക്ലാസ് ആണ് അല്ലേ. പിന്നെ താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്. അതുപോലെ തന്നെ അൽ മുആജിറ ഡിപ്പാർച്ചറാണ്, എപ്പോഴാണ് അത് എത്തുന്നത്, എപ്പോഴാണ് പുറപ്പെടുന്നത് എന്നുള്ള ടൈമാണ്. അതുപോലെ തന്നെ ഇസ്മുൽ മുസാഫിർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇസ്മുൽ മുസാഫിർ യാത്രക്കാരൻ്റെ പേരാണ് അല്ലേ, നെയിം ഓഫ് പാസഞ്ചർ, ആരാണോ പോകുന്നത് അവരുടെ പേരാണ്. പിന്നെ അരിഹില ആണല്ലേ, അരിഹില ഫ്ലൈറ്റ് ആണ്. അതുപോലെ തന്നെ അൽ മക്കാദ് സീറ്റ്,
അൽ ബവാബ ഗേറ്റ് ആണ്, ഒക്കെ നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫത്ഹുൽ ബവാബ എപ്പോഴാണ്, ബോർഡിംഗ് ടൈം എപ്പോഴാണ് എന്നാണ്. അപ്പം അവിടെ 8:30 കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു മോഡലാണ് അല്ലേ. ഏറ്റവും താഴെയായിട്ട് കൊടുത്തത് കണ്ടോ, താലകുൽ ബവാബ ഖബല മൗഇദിൽ ഇഖ്ലാഇ ബി20 ദഖീഖ, ലഗേജ് ക്ലോസസ് 20 മിനിറ്റ്സ് ബിഫോർ ഡിപ്പാച്ചർ എന്നാണ്. ടീച്ചർ ഇവിടെ കുറച്ച് ബോർഡിംഗ് പാസുകളുടെ മോഡൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്നതും ബിസിനസ് ക്ലാസ്സിൽ വരുന്നതും അതുപോലെ തന്നെ എക്കണോമിക് ക്ലാസ്സിൽ വരുന്നതൊക്കെ ആയിട്ടുള്ള ബോർഡിംഗ് പാസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ആക്ടിവിറ്റിയും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൻത മുവല്ലഫുൻ ഫി മറ്റോരി കാലിക്കോച്ച് വസുലയിലേക്ക് ഷാബുൻ യുരീദു വസ്സഫറ ഇലാ ഡൽഹി അൻത തുസ്ദിറു ബിതാഖത്തു സുഊദ് നുക്മിൽ ബിതാഖ എന്നാണ്. അൻത മുവല്ലഫുൻ ഫി മറ്റോറി കാലിക്കോച്ച്, എന്താണ് മുവല്ലഫ്, മുവല്ലഫ് ഉദ്യോഗസ്ഥൻ അല്ലേ. നീ ആരാണ്, കാലിക്കറ്റ് എയർപോർട്ടിലെ ഫി മറ്റോരി കാലിക്കോച്ച്, കാലിക്കറ്റ് എയർപോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. വസുലയിലേക്ക, നിന്റെ അരികിലേക്ക് വന്നു. ഷാബുൻ, ഷാബുൻ യുവാവ്, ഒരു യുവാവ് വന്നു. യുരീദു സഫറ ഇലാ ഡൽഹി, ഡൽഹിയിലേക്ക് യാത്ര പോവാൻ ഉദ്ദേശിക്കുന്ന ഒരു യുവാവ് നിന്റെ അരികിലേക്ക് വന്നു എന്നാണ്. അൻത തുസ്ദിറു ബിതാഖത്തു സുഊദ്, നീ ആരാണ്, അൻത തുസ്ദിറു, നീയാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ്. നീയാണ് നൽകുന്നത് എന്ത്, ബിതാഖത്തു സുഊദ്, ബോർഡിംഗ് പാസ് നൽകുന്നത് ആരാണ്, നീയാണ് എന്ന് വിചാരിക്കുക അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് നോക്കിയാലോ. അവിടെ ഇസ്മുൽ മുസാഫിർ, താഴെ നോക്കൂ, ഇസ്മുൽ മുസാഫിർ യാത്രക്കാരൻ്റെ പേരാണ് ഇർഫാൻ മുബാറക്, അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി അൽ മുആദറ, ആ ഡിപ്പാർച്ചർ അഥവാ ആ പുറപ്പെടുന്ന ടൈമാണ്, അത് എത്രയാണ് എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. താരീഖ്, അതുപോലെ തന്നെ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. അദ്ദറജ, ദറജ ക്ലാസ് ആണ് കേട്ടോ, ഏത് ക്ലാസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എക്കണോമി ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞല്ലോ, ബിസിനസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിലേത് ക്ലാസ്സാണ് എന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫത്ഹുൽ ബവാബ, ഫത്ഹുൽ ബവാബ എന്ന് പറഞ്ഞാൽ ബോർഡിംഗ് ടൈം ആണ് കേട്ടോ, ബോർഡിംഗ് ടൈം അത് എപ്പോഴാണ് എന്നാണ് കൊടുക്കേണ്ടത്. പിന്നെ അൽ ബവാബ, ബവാബ ഗേറ്റ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ അൽ മക്കാദ് സീറ്റ്, അരിഹില ഫ്ലൈറ്റ് ആണ്, ഏത് ഫ്ലൈറ്റ് ആണ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പൂരിപ്പിച്ച് നോക്കുക. ടീച്ചർ അതിൻ്റെ ഒരു മോഡൽ ഒന്ന് കാണിക്കാം. നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രം ടീച്ചർ എഴുതിയിട്ടുള്ള മോഡൽ നോക്കിയാൽ മതി കേട്ടോ. ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളതൊരു മോഡൽ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഇതോട് കൂടി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് പാഠം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.